എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് NIOS +2 സയൻസ് വിദ്യാർത്ഥികളുടെ ബയോളജി എന്ന സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, then ഷെയർ ചെയ്യുക. ഓക്കെ, ബയോളജി സബ്ജക്റ്റിൻ്റെ സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷൻ ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് TMA പോർഷൻ എന്നുള്ളത് മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇനി വരാൻ പോകുന്ന 2024 ഏപ്രിൽ പരീക്ഷ മുതൽ നമുക്കറിയാം എന്താ ചോദ്യ പേപ്പറിലൊക്കെ മാറ്റങ്ങളുണ്ട് അല്ലേ? അപ്പം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക? MCQ ടൈപ്പ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാനായിട്ട് കേട്ടോ. ഇനി ബയോളജിയുടെ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. ദെൻ സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള ഫോം ആൻഡ് ഫങ്ഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് പറയുന്ന മൊഡ്യൂൾ, ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 26 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും ഉണ്ടാവുക. ദെൻ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്? ഓക്കെ, റീപ്രൊഡക്ഷൻ ആൻഡ് ഹെറിഡിറ്റി എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ആ ഒരു മൊഡ്യൂളിൽ നിന്ന് 22 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അതുപോലെ തന്നെ ഫോർത്ത് മൊഡ്യൂൾ എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന മൊഡ്യൂൾ, അതിൽ നിന്ന് 13 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളായിട്ടുള്ള എമർജിങ് ഏരിയാസ് ഇൻ ബയോളജി, അതിൽ നിന്നും 7 മാർക്കിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്ന മൊഡ്യൂൾസ് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളുമാണ് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളും തേർഡ് മൊഡ്യൂളും 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ദെൻ 22 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് ഫോർത്ത് മൊഡ്യൂളാണ്. ഫോർത്ത് മൊഡ്യൂളിൽ നിന്ന് പിന്നെ പഠിക്കേണ്ടത് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് പോകണം. ലാസ്റ്റ് നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂൾ പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ടോട്ടൽ 80 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിക്കാനായിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. എന്താണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്? ദ കിങ്ഡംസ് മൊണേറ, പ്രൊട്ടോക്സ്റ്റ ആൻഡ് ഫംഗി അല്ലേ? ഈ ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലെ ആദ്യത്തെ നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം ഞാൻ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ദ കിങ്ഡംസ് മൊണേറ, പ്രൊട്ടോക്സ്റ്റ ആൻഡ് ഫംഗി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ. അതല്ലാതെ വെറുതെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് എളുപ്പമുള്ള ചോദ്യത്തിലേക്ക് ആദ്യം തന്നെ പോകാം അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൂ ഡിസ്കവേർഡ് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് പെൻസിലിയം? എന്തോടെ പറഞ്ഞിരിക്കുന്നത്? ആരാണ് പെൻസിലിയത്തിൻ്റെ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് കണ്ടെത്തിയത്? ആരാണ് കണ്ടെത്തിയത്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഓർത്തിരിക്കുക കേട്ടോ, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെൻസിലിയത്തിൻ്റെ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് കണ്ടെത്തിയത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, നെയിം ദ സ്ലെൻഡർ ഫിലമെൻറ്റ്സ് ദാറ്റ് ഫോം ദ ബോഡി ഓഫ് എ ഫംഗസ്. എന്താണ് ചോദ്യം? അതായത് ഫംഗസിൻ്റെ ശരീരം അല്ലെങ്കിൽ ഫംഗസിൻ്റെ ബോഡി ഫോം ചെയ്തിരിക്കുന്ന നേർത്ത ഫിലമെൻറ്റിൻ്റെ പേരെഴുതുക. എന്താണ്? ഫംഗസിൻ്റെ ശരീരം രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന നേർത്ത ഫിലമെൻറ്റുകളുടെ പേര് അല്ലെങ്കിൽ നേർത്ത ഫിലമെൻറ്റിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? എന്താണ്? മൈസീലിയമാണ് അല്ലേ? മൈസീലിയമാണ് ഒരു ഫംഗസിൻ്റെ ശരീരം രൂപപ്പെടുത്തുന്ന നേർത്ത ഫിലമെൻ്റ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ദ സ്ലെൻഡർ ഫിലമെന്റ്സ് ദാറ്റ് ഫോം ദ ബോഡി ഓഫ് എ ഫംഗസ്. എന്താണ്? മൈസീലിയം. ഇനി അലക്സാണ്ടർ ഫ്ലെമിംഗ് ആരായിരുന്നു? നമ്മുടെ അതായത് ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് എന്ത് കണ്ടുപിടിച്ചതാണ്? ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ഓഫ് പെൻസിലിയം അല്ലേ? പെൻസിലിയത്തിൻ്റെ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് കണ്ടെത്തിയ ആളാണ് ആര്? നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഫംഗസിൻ്റെ ബോഡി ഫോം ചെയ്യുന്ന സ്ലെൻഡർ ഫിലമെൻറ്റ്സിൻ്റെ പേരെന്ന് പറയുന്നത് മൈസീലിയം ആണ്.
മൈസീലിയം. ഓർത്തിരിക്കുക, സ്ലെൻഡർ ഫിലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർത്ത ഫിലമെൻ്റ് എന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. സ്ലെൻഡർ എന്ന് ഉദ്ദേശിക്കുന്ന നേർത്തത് എന്നാണ് അർത്ഥമാക്കുന്നത്. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഫൗണ്ട് ഇൻ ഫംഗി? അതായത് ഫംഗസിൽ കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ, അതായത് പ്രത്യുൽപാദന തരങ്ങൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. ഫംഗസിൽ കാണുന്ന ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഏതൊക്കെയാണ്? എസെക്ഷലി ആൻഡ് സെക്ഷുവലി അല്ലേ? സെക്ഷുവലിയും സെക്ഷുവലി ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് ഫംഗസിൽ കണ്ടെത്തിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. പെൻസിലിയത്തിൻ്റെ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് കണ്ടെത്തിയിരിക്കുന്നത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അതുപോലെ തന്നെ ഫംഗസിൻ്റെ നേർത്ത സ്ലെൻഡർ ഫിലമെൻറ്റ്സ്, അതിൻ്റെ ബോഡി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലെൻഡർ ഫിലമെൻറ്റ്സിൻ്റെ പേരാണ് മൈസീലിയം. അടുത്ത എന്താണ് പഠിച്ചത്? ഫംഗസിൻ്റെ റീപ്രൊഡക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസെക്ഷുവലിയും സെക്ഷുവലി ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഫംഗസിൽ കാണപ്പെടുന്ന 4 തരത്തിലും 4 മെയിൻ കൈൻഡ്സ് ഓഫ് ഫംഗിയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 4 പ്രധാന ഫംഗസ്, അതായത് 4 പ്രധാന ഫംഗസുകളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഈസ്റ്റ്, സ്ലൈമൗട്ട്സ്, മഷ്റൂംസ് ആൻഡ് ടോഡ് സ്റ്റൂൾസ്, ലൈക്കൻസ്. ഇത് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇത് പഠിച്ചു വെക്കുക, അറിഞ്ഞിരിക്കുക കേട്ടോ. അത്രയും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇപ്പം പഠിച്ചിരിക്കുക 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നന്നായിട്ട് പഠിച്ചു വെക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യ ഉത്തരം തന്നെയാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. 4 കൈൻഡ്സ് ഓഫ് ഫംഗി കേട്ടോ. അടുത്ത നോക്കിയേ. അടുത്ത് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇത് എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക കേട്ടോ. കാരണം നമുക്ക് ഈ പറഞ്ഞ മാച്ച് ദി ഫോളോയിങ്ങിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെ ചോദ്യവും ആൻസറും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെയിം എഴുതാനാണ് പറഞ്ഞത്. അതായത് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ചു നോക്കിയതിന് ശേഷം അതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മളവിടെ എഴുതി കൊടുക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഫംഗസ് ഫ്രം വിച്ച് പെൻസിലിൻ ഈസ് എക്സ്ട്രാക്റ്റഡ്? എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? പെൻസിലിൻ വേർതിരിച്ചെടുക്കുന്ന ഫംഗസിൻ്റെ പേര്, പെൻസിലിൻ വേർതിരിച്ചെടുക്കുന്ന ഫംഗസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഫംഗസ് ഫ്രം വിച്ച് പെൻസിലിൻ ഈസ് എക്സ്ട്രാക്റ്റഡ്? ഏതാ? പെൻസിലിയം നൊട്ടാറ്റമാണ് കേട്ടോ. പെൻസിലിയം നൊട്ടാറ്റമാണ് പെൻസിലിൻ വേർതിരിച്ചെടുക്കുന്ന ഫംഗസ്. ക്ലിയർ ആണല്ലോ? പെൻസിലിയം വേർതിരിച്ചെടുക്കുന്ന ഫംഗസിൻ്റെ പേരാണ് പെൻസിലിയം നൊട്ടാറ്റം. അടുത്തത് എ യൂണിസെല്ലുലർ ഫംഗസ്. ഒരു യൂണിസെല്ലുലർ ഫംഗസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ യൂണിസെല്ലുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഏകകോശമാണ് അല്ലേ? ഏകകോശമാണ് നമ്മൾ യൂണിസെല്ലുലർ കൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ മൾട്ടി സെല്ലുലർ ആണെങ്കിലോ ബഹുകോശം, അതായത് ഒന്നിൽ കൂടുതൽ വരുന്നതിനാണ് നമ്മൾ മൾട്ടി എന്ന വേർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഇവിടെ യൂണിസെല്ലുലർ ഫംഗസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഏകകോശം ഉള്ള ഒരു ഫംഗസിന് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏകകോശമുള്ള ഫംഗസ് ആണ് ഈസ്റ്റ്. ഓർത്തിരിക്കുക കേട്ടോ. ഏകകോശ ഫംഗസ് ആണ് ഈസ്റ്റ്. അടുത്തത് ദ ഫംഗസ് വിച്ച് കോസസ് വീറ്റ് റസ്റ്റ്. വീറ്റ് റസ്റ്റിന് കാരണമാകുന്ന ഫംഗസിൻ്റെ പേര് എന്താണ്? പുക്കീനിയ ഗ്രാമിനേസ്. പുക്കീനിയ ഗ്രാമിൻസ് ആണ് എന്താ വീറ്റ് റസ്റ്റിന് കാരണമാകുന്ന ഫംഗസ്. ഇവിടെ നമ്മൾ ഫംഗസിൻ്റെ കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് തന്നെ ഓർത്തിരിക്കുക, പെൻസിലിൻ വേർതിരിച്ചെടുക്കുന്ന ഫംഗസിൻ്റെ പേരാണ് പെൻസിലിയം നൊട്ടാറ്റം. എ യൂണിസെല്ലുലർ ഫംഗസ് ആണ് ഈസ്റ്റ്. ദ ഫംഗസ് വിച്ച് കോസസ് വീറ്റ് റസ്റ്റ്, അതായത് വീറ്റ് റസ്റ്റിന് കാരണമാകുന്ന ഫംഗസിൻ്റെ പേരാണ് പുക്കീനിയ ഗ്രാമിനീസ്. ദ വൈറ്റിഷ് കോട്ടണി മാസ് ഗ്രോയിങ് ഓൺ സ്റ്റെയിൽ ബ്രെഡ്. എന്താണ്? സ്റ്റെയിൽ ബ്രെഡിൽ കാണപ്പെടുന്ന ഒരു വൈറ്റിഷ് കോട്ടണി മാസിന് പറയുന്ന പേരാണ് മൈസീലിയം റൈസോപ്പസ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫംഗസ് മൂലം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഫംഗസ് കാരണം ഉണ്ടാവുന്ന 2 ഹ്യൂമൻ ഡിസീസുകളാണ് റിംഗ് വേമും അത്ലറ്റ് ഫൂട്ടും. ഓർത്തിരിക്കണം. എന്താണ്? ഫംഗസ് മൂലം ഉണ്ടാകുന്ന കോമൺ ഡിസീസസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, റിംഗ് വേം ആൻഡ് അത്ലറ്റ് ഫൂട്ട് കേട്ടോ. റിംഗ് വേമും അത്ലറ്റ് ഫൂട്ട് എന്ന ഡിസീസ് ഉണ്ടാക്കുന്ന ആരാണ്? ഫംഗസ് ആണ്. നേരെ തിരിച്ചും ചോദിക്കാം, ഫംഗസ് മൂലം ഉണ്ടാകുന്ന 2 കോമൺ ഡിസീസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, റിംഗ് വേം ആൻഡ് അത്ലറ്റ് ഫൂട്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ,
അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന 4 ന്യൂട്രീഷണൽ കാറ്റഗറീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ സെലക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ പഠിക്കുകയോ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടക്കുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്സ് മാത്രം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ. 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ ഓട്ടോട്രോപ്സ്, സെക്കൻഡ് സാപ്രോട്രോപ്സ്, മൂന്നാമത്തെ എന്താണ്? സിംബിയോൺസ്, ദെൻ പാരാസൈറ്റ്സ്, റെസ്പിറേഷൻ. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഫൗണ്ട് ഇൻ ബാക്ടീരിയ. ഓക്കെ, ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഓട്ടോട്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സിന്തസിസ് ദെയർ ഓൺ ഓർഗാനിക് ഫുഡ്. ഓർഗാനിക് ഫുഡിന് അത് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തന്നെ സിന്തസിസ് ചെയ്യുന്നതിനെയാണ് സ്വന്തമായിട്ട് ഫുഡിനെ സിന്തസിസ് ചെയ്യുന്നതിനാണ് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. സാപ്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീഡ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ. അത് ചത്തുപോയ ഓർഗാനിക് മാറ്ററിന് അങ്ങനെയൊക്കെയുള്ള ഡീക്കേഡ് ആയിട്ടുള്ള ഡെഡ് ഓർഗാനിക് മാറ്ററിനെ ഭക്ഷണമാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാപ്രോട്രോപ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സിംബിയോൺസ് എന്താണ്? സിംബിയോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഫുഡ് ഫ്രം അതർ ലിവിങ് ഓർഗാനിസംസ് വിത്ത് വിച്ച് ദേ ആർ അസോസിയേറ്റഡ് മ്യൂച്വൽ ബെനിഫിറ്റ്. അതായത് 2 പേർക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിലുള്ളത്, അതിനെയാണ് നമ്മൾ സിംബിയോൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പശുവിൻ്റെ മേത്ത് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ പറഞ്ഞ പോലെ ചെറിയ പ്രാണികളുണ്ട്, ചെറിയ മൂട്ടകളുണ്ടാവും അല്ലേ. അപ്പം ഈ പശുവിന് എന്താണ്? അത് ഈ പറഞ്ഞ പോലെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ അതിനെ ഭക്ഷണമാക്കി കഴിക്കുന്നത് എന്തെങ്കിലും ചെറിയ ചെറിയ പക്ഷികളൊക്കെ വന്നിട്ട് പശുവിൻ്റെ ശരീരത്തിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ മേത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ കൊത്തിപ്പറിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പശുവിൻ്റെ മേത്ത് അല്ലെങ്കിൽ പശുവിൻ്റെ ശരീരത്തെ ആ ഒരു പ്രാണിയുടെ ശല്യം ഇല്ലാതെ ആവുകയും ചെയ്യുന്നു. മറ്റേ ആൾക്ക് എന്താണ്? ആ ഒരു പ്രാണിയെ കഴിക്കുന്നുണ്ട്, അതിൻ്റെ വിശപ്പടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അതാണ് സിംബിയോൺസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. ഒരാളുടെ വയറും നിറയുന്നു, മറ്റൊരാളുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതായി മാറുന്നു. ഓക്കെ, പാരസൈറ്റ്സ് റെസ്പിറേഷൻ അബ്സോർബ് ഫുഡ് ഫ്രം ലിവിങ് ഓർഗാനിസംസ് ആൻഡ് കോസ് ഹാം ടു ദം. അതായത് ഫുഡിനെ നമ്മൾ അബ്സോർവ് ചെയ്ത്, അതായത് ലിവിങ് ഓർഗാനിസംസിൽ നിന്ന് ഭക്ഷണം അബ്സോർവ് ചെയ്ത് കഴിക്കുന്നത്, പക്ഷേ മറ്റൊരാളിനെ എന്തായിരിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളത് കേട്ടോ. അതാണ് പാരസൈറ്റ്സ് റെസ്പിറേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ബാക്ടീരിയയിലെയാണ്. ബാക്ടീരിയയിലെ 4 ന്യൂട്രീഷണൽ കാറ്റഗറീസ് ഓർത്തിരിക്കുക. ഇനി ബാക്ടീരിയ റെസ്പിറേഷൻ ഇൻ ബാക്ടീരിയ മേ ബി ഐദർ. ഏതൊക്കെയാണ് റെസ്പിറേഷൻ? ഏതൊക്കെയാണ് വരുന്നത്? എയറോബിക് റെസ്പിറേഷനും ഉണ്ട്, അനഎറോബിക് റെസ്പിറേഷനും ഉണ്ട്. എന്താണ് എയറോബിക്? പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. ഓക്സിജൻ്റെ പ്രസൻസിൽ വരുന്നതാണ് എയറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ദെൻ അനഎറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? റെസ്പിറേഷൻ ഇൻ ബാക്ടീരിയ മേ ബി ഐദർ എയറോബിക് ഓർ അനഎറോബിക്. അതായത് ബാക്ടീരിയൽ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ എയറോബിക് ആവാം അല്ലെങ്കിൽ അനഎറോബിക് ആവാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നോക്കിക്കേ. ഓക്കെ, ഇനി ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയേ. റീപ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ബൈനറി ഫിഷൻ വഴിയാണ് കേട്ടോ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് എക്സെക്ഷുവലി ബൈ ബൈനറി ഫിഷൻ. ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എസെക്ഷുവലി ആയിട്ടാണ് അല്ലേ. എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ബാക്ടീരിയയിൽ നടക്കുന്നത്. ഏത് രീതിയിലാണ്? ബൈ ബൈനറി ഫിഷൻ. ബൈനറി ഫിഷൻ എന്ന് പറയുന്ന എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി അടുത്ത നോക്കിക്കേ. ഓക്കെ, അടുത്ത നോക്കിക്കേ. ബെനിഫിഷ്യൽ ആൻഡ് ഹാംഫുൾ ബാക്ടീരിയ. നമുക്കറിയാം ചില ബാക്ടീരിയകൾ കൊണ്ട് നമുക്ക് എന്താണ്? ഗുണമുണ്ട്, ദോഷമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കേ. ഡിസീസസ് കോസ്ഡ് ബൈ ബാക്ടീരിയ. ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ എന്താണ് ഉണ്ടാക്കുന്നത്? വിബ്രിയോ കോളറ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് കോളറ എന്ന ഡിസീസസിന് കാരണം. ഓർത്തിരിക്കുക, കോളറ എന്ന് പറയുന്ന ഡിസീസിന് കാരണം ആരാണ്? വിബ്രിയോ കോളറയാണ്. അടുത്തത് ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസസിന് കാരണം ഏതാണ്? സാൽമൊണെല്ല ടൈഫിയാണ്. സാൽമൊണെല്ല ടൈഫി എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന ഡിസീസിന് കാരണം. അടുത്തത് ടെറ്റനസ് എന്ന് പറയുന്ന രോഗം. ടെറ്റനസിന് കാരണം ഏതാണ്? ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനിയാണ് ടെറ്റനസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണം. അടുത്തത്
ക്രോണിനെ ബാക്ടീരിയം ഡിഫ്തേരിയ എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ ആണ് ക്രോണിനെ ബാക്ടീരിയം ഡിഫ്തേരിയ. ക്ലിയർ ആണല്ലോ. അടുത്തത് ട്യൂബർകുലോസിസ്. ശ്രദ്ധയോടുകൂടിയിരിക്കുക. ട്യൂബർകുലോസിസ് ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കേട്ടോ. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ. അപ്പോൾ ഓർത്തിരിക്കുക, വിബ്രിയോ കോളറ, സാൽമോണില്ല ടൈഫോയിഡ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി ടെറ്റനസ്, ക്രോണിനെ ബാക്ടീരിയം ഡിഫ്തേരിയ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അപ്പം ആദ്യത്തേതെല്ലാം എന്താണ്? ബാക്ടീരിയകളുടെ പേരും രണ്ടാമത് തന്നിരിക്കുന്നതെല്ലാം ഡിസീസുകളുമാണ് കേട്ടോ, രോഗങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ബെനിഫിഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ബാക്ടീരിയ. ഫസ്റ്റ് ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയയുടെ ബെനിഫിറ്റ് എന്താണ്? അതായത് എവിടെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്? നമ്മുടെ പയർ ചെടികളുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. എന്താ ചെയ്യുന്നത്? ഇത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അബ്സോർബ് ചെയ്ത് അമോണിയായിട്ട് ഇത് സൂക്ഷിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതിനുശേഷം ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അമിനോ ആസിഡ്സ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ആക്ടിവിറ്റി. അവിടെ നടക്കുന്ന ആ ഒരു പ്രോസസ്സ് അങ്ങനെയാണ്. സോ ഓർത്തിരിക്കുക, പയർ ചെടികളുടെ റൂട്ട്സ് ഓഫ് ലെഗുമെൻസ്, അതായത് നമ്മുടെ പയർ ചെടികളുടെ റൂട്ട്സിൽ കാണപ്പെടുന്ന വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയയാണ് റൈസോബിയം ബാക്ടീരിയ. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ അത് വലിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അമോണിയായിട്ട് സൂക്ഷിച്ച് ദെൻ അതിനെ കൺവേർട്ട് ചെയ്ത് യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള അമിനോ ആസിഡ്സ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് അസെറ്റോബാക്ടർ എന്താണ് ചെയ്യുന്നത്? മേക്സ് ദ സോയിൽ ഫെർട്ടൈൽ. ഇറ്റ് ഫിക്സസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ദ സോയിൽ. അതായത് അസെറ്റോബാക്ടർ ആണ് എന്ത് ചെയ്യുന്നത്? അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജനെ വലിച്ചെടുത്തതിന് ശേഷം അത് മണ്ണിലേക്ക് അല്ലെങ്കിൽ സോയിലിലേക്ക് അത് എത്തിക്കുകയും അതിന് നമ്മുടെ മണ്ണിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടൈൽ അല്ലെങ്കിൽ മണ്ണിന് വേണ്ടിയിട്ടുള്ള ഫലഭൂയിഷ്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആരാണ്, ഏത് ബാക്ടീരിയയാണ് കൊടുക്കുന്നത്? അസെറ്റോബാക്ടർ ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് സ്ട്രെപ്റ്റോമൈസിസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോമൈസിൻ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോമൈസിൻ ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് സ്ട്രെപ്റ്റോമൈസിസ്. ഓർത്തിരിക്കുക. അടുത്തത് ലാക്ടോബാസിലസ്. നമുക്കറിയാം, പാലിനെ തൈരാക്കി മാറ്റുന്നു, പാല് തൈരായി മാറുന്നു. ഇതെന്താണ് അവിടെ നടക്കുന്നത്? ഈ ഒരു പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ഏത് ബാക്ടീരിയയുടെ പ്രസൻസ് അവിടെ വേണം? ലാക്ടോബാസിലസ് ബാക്ടീരിയ ആണ് പാല് തൈരാക്കി മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്താണ് മെത്തനോജനിക് ബാക്ടീരിയ. എന്താണ്? സീവേജ് ട്രീറ്റ്മെൻ്റ് ആണ് അല്ലേ. സീവേജ് ട്രീറ്റ്മെൻറ്റിന് സഹായിക്കുന്ന അല്ലെങ്കിൽ മലിനജലം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് മെത്തനോജനിക് ബാക്ടീരിയ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്സ് നോക്കാം. എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. എക്സാമിന് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, തീർച്ചപ്പെടുത്തിക്കൊള്ളുക കേട്ടോ. ഞാനാണ് പറയുന്നത്, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 100% ഉറപ്പാണ്. സോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ 2024 ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS SSLC+2 കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എവിടെയുള്ള വിദ്യാർത്ഥികൾക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മുടങ്ങിപ്പോയ SSLC+2 പഠനം വീട്ടിലിരുന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്തോളുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഈ ഒരു രീതിയിലാണ്. ഞാൻ റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സബ്ജക്റ്റ് വൈസായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു 10ഓളം ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് എല്ലാ ക്ലാസ്സുകളും നടന്നു പോകുന്നത്. റെക്കോർഡ് ക്ലാസ്, ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്, റിവിഷൻ ക്ലാസ്സുകൾ ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചേരുന്നത്. സോ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്